സ്വാതന്ത്ര്യം പ്രേമികളെ കണ്ണീരിലാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സീരിയലിന്റെ ഇന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് പ്രൊമോ ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. 1 മണിക്കൂർ നീണ്ട മെഗാ ക്ലൈമാക്സ് എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയായിരിക്കും സീരിയൽ അവസാനിക്കുന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഒരുപക്ഷെ അത് ദുരന്തത്തിലായിരിക്കും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിക്കുന്ന മികച്ച ഒരു ക്ലൈമാക്സ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രൊമോ നൽകുന്ന സൂചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പങ്കുവെക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള സ്വാതന്ത്ര്യം കുടുംബം തന്നെയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴും കണ്ണീരും പ്രാർത്ഥനയായിട്ട് ബാലേട്ടനും ദേവിയെടുത്തേയും കാത്തിരിക്കുകയാണ് നമ്മുടെ ശിവനും ഹരിയും കണ്ണനും അവിടെ അഞ്ചും അപ്പവും ദേവൂട്ടിയൊക്കെ. എന്തൊക്കെയാണ് കാലഘട്ടം മാറിയതിന്റെ മുഖഭാവം ഇവർക്ക് 3 പേരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹരിയുടെ മാറ്റം കണ്ണാടിയൊക്കെ വെച്ച് കുറച്ചുകൂടെ ഏജ്ഡായിട്ട് തോന്നിക്കുമ്പോൾ ഹരിയും കണ്ണനും ശിവനുമാണെങ്കിൽ കുറച്ചുകൂടെ താടിയൊക്കെ വെച്ച് കുറച്ചുകൂടെ ഏജ്ഡായിട്ട് മെച്യൂരിറ്റി ആയിട്ടുള്ള കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ശിവനും അഞ്ജുവിനും കുഞ്ഞുണ്ടായെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു കഴിഞ്ഞ ദിവസം വരെയുള്ള എപ്പിസോഡിനകത്ത് 5 ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് അഞ്ജുവിന് ഉറപ്പായിട്ടും കുട്ടി ഉണ്ടായി കാണണം. അങ്ങനെ ആ ഒരു എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് ദേവൂട്ടിയും കാലഘട്ടം മാറിയതിന്റെ അനുസരിച്ചുള്ള വളർച്ച ദേവൂട്ടിക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുക കേട്ടോ. നമ്മുടെ ഹരിയും നമ്മുടെ ശിവനും ഒക്കെ ആയിട്ട് അങ്ങനെ ഹരിയുടെ ഒരു പ്രാർത്ഥന കാണിക്കുന്നുണ്ട്. കണ്ണാ ഞങ്ങളുടെ ബാലേട്ടനെയും ദേവിയേട്ടനെയും തിരിച്ചു തരണം എന്നുള്ളൊരു പ്രാർത്ഥന കാണിക്കുന്നുണ്ട് ഒരു പ്രമോയ്ക്കകത്ത്. അതുപോലെ തന്നെയാണ് അടുത്ത പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശിവനാണെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുകയാണ്, നമ്മുടെ ബാലേട്ടനെയും ദേവിയേട്ടനെയും കണ്ടെത്തണം എന്ന് പറഞ്ഞ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശിവന് തന്റെ സുഹൃത്തിന്റെ കോളെത്തുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, കോളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടാ ശിവ നിന്റെ ഏട്ടനെയും അതായത് ബാലേട്ടനെയും ദേവിയേട്ടനെയും ഞാനിവിടെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ശിവനത് വിശ്വസിക്കാനാകെ ചോദിക്കുകയാണ്, എടാ നീ പറഞ്ഞ സത്യമാണോ ചോദിക്കുമ്പോൾ അതേ ശിവ ഞാനിവിടെ അമ്പലത്തിൽ വെച്ച് അവരെ കണ്ടു, അത് ബാലേട്ടനും ദേവിയേട്ടനും തന്നെയാണെന്ന് എനിക്ക് ഉറപ്പെന്ന് പറയാണ്. അങ്ങനെ കേട്ട് സന്തോഷം സഹിക്കാതെ ശിവനാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ കണ്ണനും നമ്മുടെ ഹരിയും ശിവനോടെ ആയിട്ട് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് പിന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവരവിടെ എത്തി അമ്പലത്തിലെത്തി എല്ലാവരോടും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അമ്പലത്തിലെത്തുമ്പോൾ തന്നെ വലിയൊരു അമ്പലമാണ്, അതായത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലത്തെ ഒരു അമ്പലമാണ് കാണിക്കുന്നത്. ആ ഒരു അമ്പലത്തിന്റെ എവിടെ പോയി തപ്പുന്നു നമ്മുടെ കണ്ണൻ ഇങ്ങനെ അവരോടായിട്ട് ചോദിക്കുമ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഇന്ന് കണ്ടെത്തുമെന്ന് പറഞ്ഞ് ബാലനെയും ദേവി അന്വേഷിച്ച് ഫോട്ടോ കാണിച്ച് അവർ ഓരോരുത്തരോടായിട്ട് അന്വേഷിക്കണം. പലരും കണ്ടവരായിട്ട് പറയുന്നുണ്ടെങ്കിലും നിലവിൽ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലാതെ വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് അങ്ങനെ തിരിച്ച് സ്വാതന്ത്ര്യം വീട്ടിലോട്ട് തിരികെ പോകുന്ന സമയത്താണ് വഴിയിലൊരു ആക്സിഡന്റ് കാണുന്നത്. ആക്സിഡന്റ് കാണുന്നത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മുടെ ദേവിയെടുത്തായിരുന്നു ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവരോടി അങ്ങോട്ട് പോവുകയാണ്. ആക്സിഡന്റ് കണ്ട് എന്താ ആരാ നോക്കാൻ നിർത്ത് പോകുമ്പോൾ പരിചയമുള്ളൊരു മുഖം പോലെ തോന്നിയാണ് പോകുന്നത്. അത് ദേവിയേടത്തിയാകരുത് എന്നുള്ള പ്രാർത്ഥനയായിട്ട് പോകുമ്പോൾ അത് പക്ഷേ ദേവിയേടത്തിയായിരുന്നു. അങ്ങനെ ദേവിയേടത്തിക്ക് ആക്സിഡന്റ് പറ്റിയായിട്ട് അവരെല്ലാവരും കൂടെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ട്വിസ്റ്റ്. ഒന്നെങ്കിൽ ദേവിയേടത്തിയുടെ മരണം സംഭവിക്കും, അല്ലെങ്കിൽ ദേവിയേടത്തിയും ബാലേട്ടനും തിരിച്ച് വീട്ടിലോട്ട് വരും. ദേവിയേടത്തിയുടെ മരണമാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വർഷങ്ങളുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബാലേട്ടനും ദേവിയേടത്തിക്ക് ഉറപ്പായിട്ട് ഒരു കുട്ടി ഉണ്ടായി കാണണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടിയായിട്ട് നമ്മുടെ ബാലേട്ടനാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ഓടി എത്തിയാണ് ദേവിയുടെ ആക്സിഡന്റ് അറിഞ്ഞുകൊണ്ട്. അങ്ങനെ ദേവിയേടത്തിയുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ തീർത്തും വേദനാജനകമായിട്ട് മാറും, കണ്ണീർ കണ്ടായിട്ട് മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ സംഭവിക്കാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ അങ്ങനെ ബാലേട്ടനും ദേവിയേടത്തി തന്റെ അനിയന്മാരെ കണ്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഇവര് ദേവിയേടത്തിനെയും ബാലേട്ടനെ കുഞ്ഞിനെയും കൂട്ടി അവരെല്ലാവരുമായിട്ട് തിരിച്ച് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോട്ട് എത്തും. സ്വാതന്ത്ര്യത്തിന് അവർ വീണ്ടും പഴയ ഒരു ജീവിതം നയിക്കുന്ന നമ്മുടെ ശുഭകരമായിട്ടൊരു ക്ലൈമാക്സ് തന്നെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് കാത്തിരിക്കാം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്കാണ് ക്ലൈമാക്സ് മെഗാ എപ്പിസോഡ് നടക്കാൻ പോകുന്നത്. എപ്പിസോഡിന് ശേഷം നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ പൂർണ്ണ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ക്ലൈമാക്സിന്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.